ഭൂഷണെ വെറുതെ വിട്ട വിധിയിൽ വനിതാ ഗുസ്തി താരങ്ങൾ അപ്പീൽ നൽകുമെന്ന് വിനേഷ് ഫോഗാട്ട്. കേസിന്റെ തുടക്കം മുതൽ ഭരണ സംവിധാനവും സർക്കാരും ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗാട്ട്. ലാൽകുമാർ വിശദാംശങ്ങളുമായി. ലാൽ, അപ്പോൾ നിയമപോരാട്ടം തുടരുമെന്ന് വിനേഷ് ഫോഗാട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പീൽ നൽകാനാണ് നീക്കം. എന്താണ് വിനേഷ് ഫോഗാട്ട് പറയുന്നത്? സൈഫുദ്ദീൻ എക്സിലൂടെയുള്ള ഒരു പോസ്റ്റിലാണ് ഇത്തരത്തിൽ വിനയ് ഫോഗാട്ട് ഇതിൽ അപ്പീൽ നൽകുമെന്ന കാര്യം പറഞ്ഞത്. നേരത്തെ തന്നെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഈ വെളിപ്പെടുത്തലിൽ പ്രതിയെ വെറുതെ വിട്ടത്, ബ്രിജ്ഭൂഷണെ വെറുതെ വിട്ടത് വലിയ ചർച്ചയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇരകൾ ഉൾപ്പെടെ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ വിനയ് ഫോഗാട്ട് പറയുന്നത്. മാത്രമല്ല ഈ കേസ് ഭരണവും അതേപോലെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. ഇതിൽ പരാതി നൽകാൻ തങ്ങൾക്ക് വലിയ ധൈര്യം വേണ്ടി വന്നു എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാ പ്രതികൂലാവസ്ഥയും മറികടന്നുകൊണ്ടാണ് തങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അപ്പീൽ പോകും. അപ്പീൽ പോകാൻ വനിതാ ഗുസ്തി താരങ്ങൾ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകി എന്ന കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. നേരത്തെ 6 പേരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. അതിൽ പ്രായപൂർത്തിയാകാത്തൊരു താരം കൂടി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ അവർ പരാതി പിൻവലിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ബ്രിജ്ഭൂഷൺ പലരുമായി ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പരാതി പിൻവലിച്ചത് എന്ന വാർത്തകളും വന്നിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ രാജ്യം കണ്ട വലിയ സമരങ്ങൾക്കുൾപ്പെടെ ഈ താരങ്ങൾ നേരിട്ട് സമരം ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രാജ്യം ഒന്നടങ്കം വലിയ രീതിയിൽ പ്രതിഷേധിച്ചൊരു കേസിലാണ് ഇപ്പോൾ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. അതിനെതിരെ അപ്പീൽ പോകുമെന്ന കാര്യം ഇത്തരത്തിൽ ഇരകൾ വെളിപ്പെടുത്തുന്നത്. സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് വിനേഷ് ഫോഗാട്ടിന്റെ തീരുമാനം. അപ്പീൽ നൽകുമെന്ന് താരം അറിയിച്ചിരിക്കുന്നു.